ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. എല്ലാവരെയും ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചിരുത്തി കേട്ടോ. എന്നിട്ട് നെവിനെ മാത്രം കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ തുടർ പരിശോധനകൾക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം നെവിനെ ഒന്നുകൂടെ വിളിപ്പിച്ച് നമുക്കൊന്ന് സംസാരിക്കേണ്ടി വരും എന്ന് ബിഗ് ബോസ് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതിപ്പോ ലൈവ് നടന്നൊരു സംഭവമാണ്. ഇങ്ങനെ നെവിനെ മാത്രം വിളിപ്പിക്കാനാണ് പിന്നെ എല്ലാരെയും എന്തിനാണ് ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചിരുത്തി മറ്റേ മുൾമുനയിൽ നിർത്തിയെന്നാണ് എനിക്ക് ബിഗ് ബോസിന്റെ അടുത്ത് ചോദിക്കാനുള്ളത് കേട്ടോ. എന്തായാലും ഇത് നെവിൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഷാനവാസ് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്നുള്ള ഈ ഒരു കേസ് നെവിൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇത് വൈകാതെ അക്ബറിന്റെയും പിന്നെ ആര്യന്റെയും ഒക്കെ ചെവിയിലേക്ക് എത്തും. ഇത് ആദില നൂറ ഇവരാരും അറിയാൻ സാധ്യതയില്ല. അനിമോളൊന്നും അറിയാൻ സാധ്യതയില്ല. കാരണം പറയുന്നില്ല, അനീഷോ ഷാബുമാനോ ആരും അറിയാൻ സാധ്യതയില്ല. കാരണം നെവിൻ ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ വായൊക്കെ മൂടുന്ന പോലെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ആരോടും പറയാനായിട്ടുള്ള സാധ്യതകളില്ല. അപ്പോ ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഷാനവാസ് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണെന്നുള്ളത് എല്ലാവരോടുമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരു ആശ്വാസം ഫീൽ ചെയ്തേനെ, ഒരു ഈസ് ഫീൽ ചെയ്തേനെ, ഇക്ക തിരിച്ചു വരും എന്നുള്ള ആ ഒരു സംഭവം ഫീൽ ചെയ്തേനെ. ഇപ്പൊ ആദിലൊക്കെ കരയുന്നതായിട്ട് കണ്ടിരുന്നു ഇപ്പൊ ലൈവിനകത്ത്. അപ്പൊ ആരുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ച് അവർക്ക് എന്ത് പറ്റിയെന്ന് നമുക്ക് ഒരു വിവരമില്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. ബിഗ് ബോസ് എന്ന് പറയുന്നത് എത്രയൊക്കെ ആണെങ്കിലും ഒരു വീടാണ്. അതൊരു വീടാണ്. അവിടെ ഗെയിം നടക്കുന്നു എന്നേ ഉള്ളൂ. അതൊരു റിയാലിറ്റി ഗെയിം ഷോ നടക്കുന്ന ഒരു വീട്. ആ വീട്ടിലെ അന്തേവാസികളാണ് ഇവര്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അവരിന്ന് കരയുന്നത്. അത് അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പിന്നെ നെവിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒന്നുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഷാനവാസിന് പരാതി ഉണ്ടെങ്കിൽ നെവിനെ പുറത്താക്കാനായിട്ടുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം ആ മനുഷ്യൻ കിതയ്ക്കുന്നതായിട്ട് ലൈവിൽ കണ്ടിരുന്നു. ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നതായിട്ട് കണ്ടിരുന്നു കേട്ടോ. അത് ഈ ഷോയുടെ ബേസിക് റൂൾസിനെ പോലും പിടിച്ചൊലയ്ക്കുന്ന ലെവൽ ഒരു സംഭവമാണ് ഞാൻ ആ കണ്ടത്. നമ്മൾ ഇതൊന്നും കാണാൻ വേണ്ടിയല്ല നമ്മളൊരു ഷോ കാണാനായിട്ടിരിക്കുന്നത്. ഇത്രയധികം ത്രില്ലൊക്കെ ആവാം, പക്ഷെ ഇത്രയധികം ഒരു മരണ ത്രില്ല് തരേണ്ട ഒരു അവസ്ഥയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് അത്രയ്ക്കും കിതപ്പായിരുന്നു. ലൈവിൽ കണ്ടവർക്ക് അറിയാം. ഇത് എപ്പിസോഡിൽ എത്രമാത്രം ആ കിതപ്പ് കാണിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു 4-5 മിനിറ്റോളം കിതപ്പായിരുന്നു. അത്രയധികം ഒരു ആൻസൈറ്റി ജനറേറ്റ് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നെവിനോട് ഇത് എക്സ്പ്ലനേഷൻ ചോദിക്കണം. നെവിനെ പുറത്താക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കണം. വിന്നിംഗ് ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റന്റ് ആണെന്ന് ഓർത്ത് നമ്മളൊരു പോളിലൊക്കെ പിടിച്ചിട്ടിരുന്നതാണ്. 2% അതിലൊക്കെ വോട്ടുള്ളൂ. പക്ഷെ എന്നാലും അന്ന് നമുക്ക് ഇടാനായിട്ട് തോന്നിയ ആ മനസ്സിനെ പറ്റി ഓർത്തിട്ടാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഈ പുള്ളി സെമിനാരിയിലൊക്കെ പോയതാണെന്നൊക്കെയാണ് അറിഞ്ഞത്. 4 കൊല്ലം സെമിനാരിയിലൊക്കെ കഴിഞ്ഞതാണെന്നാണ് അറിഞ്ഞത്. എന്നിട്ട് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. മനുഷ്യത്വം ഒരു തരി പോലും ഇല്ല. ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലൈവിനകത്ത് കണ്ടത്. അക്ബറുമായിട്ടിരുന്ന് ഫുൾ ന്യായീകരണമാണ്. ഞാൻ അയാളെ അടിച്ചിട്ടില്ല, ഞാൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നോക്കാം. ഷാനവാസ് തിരിച്ചു തരട്ടെ, നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.